നിനക്ക് നാണവും ലജ്ജയും തോന്നുന്നില്ലെങ്കിൽ നിനക്ക് തോന്നിയ പോലെ നീ ജീവിച്ചോ. അതാണ് ഹദീസിന്റെ അർത്ഥം. നിനക്ക് നാണവും ലജ്ജയും അല്ലാഹുവിനോട് തോന്നുന്നില്ലെങ്കിൽ നിനക്ക് തോന്നിയതുപോലെ ജീവിച്ചോ. പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു. പടച്ചോനെ, എന്താണ് ഈ കേൾക്കുന്നത്? ആ ഒരൊറ്റ ഹദീസാണ്. കഅനബി എന്നറിയപ്പെട്ടിരുന്ന കള്ളുകുടിയനായി ജീവിച്ചൊരു ചെറുപ്പക്കാരൻ അൽ ഇമാമുൽ മുഹദ്ദിസ് മാലിക് എന്നവരിൽ നിന്ന് പോലും ഹദീസ് സ്വീകരിച്ച് ലോകത്തറിയപ്പെടുന്ന ഹദീസ് പണ്ഡിതനായി ഇമാം കഅനബി തങ്ങൾ മാറുന്നത് ഒരു സദസ്സിൽ നിന്ന് കിട്ടിയ, ഒരങ്ങാടിയിൽ നിന്ന് കേട്ട ഒരൊറ്റ ഹദീസാണ്. ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത. നിനക്ക് നാണമില്ലെങ്കിൽ നീ വേണ്ടത് ചെയ്തോ. ആർക്കെന്തു ഛേദം? നിനക്ക് നാണമില്ലെങ്കിൽ പിന്നെ എന്തിന് എന്ന് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ്. അവിടെ മുതൽ പിന്നെ നേരെ ഉമ്മാനടുത്ത് പോയി പറയും, ഉമ്മ ഞാൻ പോവാൻ. വെട്ടിങ് കിതാബൊക്കെ എടുത്ത് ഇറങ്ങാ വീട്ടിൽ നിന്ന്. എങ്ങോട്ടാ മോനെ പോകുന്നത്? ഞാനിനി ഇമാം മാലിക് എന്നവരടുത്തേക്കാ പോണത്. ഇമാം മാലിക് എന്നവരിൽ നിന്ന് ഞാൻ ഹദീസ് പഠിക്കാൻ വേണ്ടി പോവാൻ. ഇമാം കഅനബി, ഇമാം ശുഅബ തങ്ങളിൽ നിന്ന് പഠനത്തിന് വേണ്ടി യാത്ര തിരിക്കുകയാണ്. ഈ ഒരു തിരിച്ചുപോക്ക് ജീവിതത്തിന്റെ വലിയൊരു അനിവാര്യതയാണ്. നമുക്കൊക്കെ ഇന്നലികുല്ലി അമലിൻ ശറഹ് വലികുല്ലി ശറത്തിൻ ഫതറ ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. നമ്മൾ ഒരുപാട് കാലം വലിയ ഒരു ആത്മീയതയിലും ദിക്റിലും സ്വലാത്തിലും തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നല്ല സുന്നത്തൊക്കെ എടുത്ത് വളരെ റാഹത്തിൽ ജീവിക്കുന്ന ഒരു കാലം ഉണ്ടാവും. ഭയങ്കര ആവേശത്തിനൊരു കാലം ഉണ്ടാവും. പിന്നെ വലിക്കുല്ലി ശറത്തിൻ ഫതറ. ഇവിടെ നീ ഇപ്പൊ കുറച്ച് ബിസിയാന്ന് പറയും. അപ്പൊ എവിടെയെങ്കിലൊക്കെ ആയിട്ട് തിരക്കായിട്ടുണ്ടാവും. ഇത് പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു അമലിനും ഒരു ആവേശത്തിന്റെ സമയമുണ്ട്. ആവേശം കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം വരുന്നൊരു സമയമുണ്ട്. പക്ഷേ ആ ഒരു ന്യൂട്രായി നിങ്ങൾ നിൽക്കുന്ന സമയത്തും ഫമൻ കാനത് ഫതറതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ആ സമയം നിങ്ങൾ എന്റെ സുന്നത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നതെങ്കിൽ നിങ്ങൾ ഹിദായത്തിന്റെ പക്ഷത്തു തന്നെയാണ്. അതല്ല ഒറ്റ ആവേശത്തിനങ്ങ് വന്നു, പിന്നെ ആ ആവേശം അങ്ങ് ചോർന്നു പോയാൽ പിന്നീട് നഷ്ടമാകുന്നത് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ആവേശം നിലനിർത്തിക്കൊണ്ടുപോവുക എന്നത് വലിയൊരു ദൗത്യമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. കുറച്ചു കാലം ആദ്യം അങ്ങനെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു പറയും, കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെയാന്ന് പറയും, ജോലി കിട്ടിയതിന് ശേഷം അങ്ങനെ ആയിപ്പോയി എന്ന് പറയും, പിന്നെ വേറെ ഏതെങ്കിലും കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടുപോകും. അതുകൊണ്ടൊരു തിരിച്ചുപോക്ക് വല്ലാത്തൊരു അനിവാര്യതയാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചില തിരിച്ചു പോക്ക്, അങ്ങനെ തിരിഞ്ഞു നടക്കൽ അനിവാര്യമായ ഒരു സമയമുണ്ട്. അതുകൊണ്ട് അല്ലാഹു നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവനവന്റെ ആത്മീയതയുടെ വിഷയത്തിൽ തന്നെക്കാളും താഴെ ഉള്ളവരിലേക്ക് നോക്കുകയും, എങ്ങനെ ഞാൻ ഇപ്പൊ 5 വക്ത് നിസ്കരിക്കണ്ടല്ലോ, ജുമുഅ മാത്രം നിസ്കരിക്കണം എത്ര ആൾക്കാരുണ്ട്, ഞാൻ 5 നേരം ഒരു ദിവസം നിസ്കരിക്കുന്ന ആളല്ലേ, എന്റെ അത്രയും നിസ്കരിക്കാത്തവരുണ്ടല്ലോ. ദീനിൽ നമ്മളെക്കാൾ താഴെ നോക്കുകയും ദുനിയാവിന്റെ വിഷയത്തിൽ തന്നെക്കാളും മേധയുള്ളവരിലേക്ക് നോക്കുകയും ചെയ്തു. എങ്ങനെ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, എന്നെക്കാളും കൂടുതൽ ബിസിനസ്സും പൈസയും സമ്പാദ്യവും സൗകര്യങ്ങളൊക്കെ ഉള്ള എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ട്, ഞാൻ എന്തേ ഇങ്ങനെയായി പോയത്, എന്റെ കയ്യിൽ അങ്ങനെ വലിയ പത്രാസൊന്നും ഇല്ലല്ലോ, എന്നെക്കാളും എത്ര നിഅമത്ത് കിട്ടിയ ആളുകളുണ്ട് എന്ന് ദുനിയാവിന്റെ വിഷയത്തിൽ മേലയിലേക്കും താഴെ ദീനിന്റെ വിഷയത്തിൽ താഴേക്കുമാണ് നോക്കുന്നത്. താഴേക്കാണ് നോക്കുന്നത്. ഞാൻ ഇപ്പൊ സുന്നത്ത് നോമ്പ് എടുക്കണ്ടല്ലോ, റമദാൻ പോലും നോക്കാത്ത ആൾക്കാർ ഇവിടെ ഇല്ലേ എന്നൊക്കെയാണ് ഇവൻ ചിന്തിച്ചു. അപ്പൊ ഞാൻ തരക്കേടില്ലല്ലോ എന്നാ തോന്നുന്നതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവരെ നന്ദി ചെയ്യുന്നവരായിട്ടോ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരായിട്ടോ ക്ഷമയുള്ളവരായിട്ടോ അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുക്റും സബറും വേണം. പൈസയും സൗകര്യങ്ങളും നമുക്ക് കുറഞ്ഞു പോകുന്നതിൽ ക്ഷമിക്കേണ്ടി വരും. അള്ളാഹു നൽകുന്ന ഇബാദത്തിന്റെ സൗകര്യം അതാണ് ലോകത്തെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആനന്ദം അതാണ്. ചിലര് പറയും, ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് എന്തേ അള്ളാഹുവിന്റെ അദാബ് എനിക്ക് വന്നിട്ടില്ലല്ലോ, ഞാൻ ഇപ്പോഴും പഴയ പോലെ തന്നെ ഉഷാറിൽ നടക്കുന്നല്ലോ, ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, എനിക്ക് അള്ളാഹുവിന്റെ അദാബ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനോട്
പറയുന്നുണ്ടത്രേ, അലം യഹ്രിംക മിൻ ലദ്ദത്തി ഇബാദതി. തോന്നുന്നുണ്ടോ? അത് നീ ചെയ്ത തെറ്റിന് അല്ലാഹു തരുന്ന ശിക്ഷകളിൽ വലിയൊരു ശിക്ഷയാണ്. അത് അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു പരീക്ഷണം തന്നില്ലയോ എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.